സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ, ഇമ്മൻസ് ഗ്രാറ്റിറ്റ്യൂഡാണ് അറിയിക്കാനുള്ളത്. പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ആപ്പിൾ ബിയിലേക്ക് വരുന്നത്. ഞാൻ PG പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് എങ്ങനെയെങ്കിൽ ആപ്പിൾ ബിയിൽ എത്തണം, അവിടെ ജോയിൻ ചെയ്യണം എന്നുള്ളത്. കാരണം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നെറ്റ് ഉറപ്പാന്നാണ് എൻ്റെ മനസ്സിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ അത്രയും പ്രതീക്ഷിച്ച് അവിടെ വന്നിട്ട് എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നപ്പം എന്താ പറയാ, തകരുന്നതിന്റെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയില്ല, ആ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ നാട്ടിലേക്ക് വന്നിട്ടായാലും ഒരുപാട് ടൈം എടുത്തിട്ടായാലും എൻ്റെ മനസ്സിന് ഇത് വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു എനർജി, ഒരു പോസിറ്റിവിറ്റി തന്ന ഒരു വേർഡ്സ് ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. സാറ് പറയുമല്ലോ, നിങ്ങൾ ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ ഒരിക്കലും റിസൾട്ടിനെ കുറിച്ചിട്ട് ബോധരാകുകയേ ചെയ്യരുത്. റിസൾട്ട് എന്ന് പറയുന്നത് വന്നു ചേരേണ്ട ഒന്നാണ്. ഇപ്പതാ വന്ന് ചേർന്നിരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ എന്താ പറയാ, വേർഡ്സ് ഒന്നും കിട്ടണില്ല. ഹായ്, ഹലോ. എല്ലാവർക്കും അറിയാവുന്ന പോലെ UGCയുടെ റിസൾട്ട് വന്നിട്ടിരിക്കുകയാണ്. ആസ് ഓൾവേസ് എപ്പോഴും ആപ്പിൾ ബി അക്കാദമിയിൽ ഉള്ള പോലെ തന്നെ വളരെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ആപ്പിൾ ബി അക്കാദമി 2-3 സബ്ജക്റ്റുകൾ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന അക്കാദമിയാണ്. എക്കണോമിക്സ്, കൊമേഴ്സ്, ആൻഡ് ദെൻ ഇംഗ്ലീഷ്, മാനേജ്മെൻറ്റ് എഫക്റ്റീവ്ലി, ആൻഡ് ദെൻ ജനറൽ പേപ്പർ. ഇത്രയും കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ക്ലാസ്സുകൾ കൊടുക്കുന്ന അക്കാദമിയാണ്. ആ ഒരു എൻറോൾ ചെയ്ത സ്റ്റുഡൻസും ആൻഡ് ദെൻ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും വരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സെയിം സിറ്റുവേഷൻ ആണ് നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് അവിടെ ഉള്ളത്. ആസ് ഓഫ് നോ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നൊരു സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 1:15 ആ സമയത്തുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് പറയുന്നത് കേട്ടോ. ആ സമയത്ത് മാത്രമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളിപ്പോൾ അത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്കുള്ള റിസൾട്ട് അനുസരിച്ച് ഇത്രയും സബ്ജക്റ്റുകൾക്ക് നമുക്ക് 370 പേരാണ് നമുക്ക് മൊത്തം ഓവറോൾ നമുക്ക് ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് 150 മേലെ നമുക്ക് നെറ്റ് ക്വാളിഫൈഡ് ആയ ആൾക്കാരുണ്ട്, 20 മുകളിൽ നമുക്ക് JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ആൻഡ് ദെൻ ഏകദേശം ഒരു 200ഓളം PhD ക്വാളിഫിക്കേഷൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞു നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന കൗണ്ടിങ് കാര്യങ്ങൾ, ആൻഡ് ദെൻ മൊത്തമുള്ള അഡീഷൻസ് നമ്മൾ ചെയ്തു വരുന്നുള്ളൂ. നമ്മളെ സ്റ്റുഡൻസ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആൻഡ് ദെൻ ടെക്നിക്കൽ ടീംസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ആ ഒരു സമയത്താണ്. ഓക്കെ, ആൻഡ് ദെൻ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആപ്പിൾ ബി റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ആപ്പിൾ ബിക്ക് വലിയൊരു ഫീച്ചറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഒതന്റിക് ആയിട്ട് മാർക്ക് ലിസ്റ്റോട് കൂടി മാത്രമേ ഇന്ന സ്റ്റുഡൻസ് ജയിച്ചു എന്ന രീതിയിലേക്ക് പറയുള്ളൂ. അതേ സിറ്റുവേഷൻ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാ കുട്ടികളുടെയും, അതായത് ക്വാളിഫൈഡ് ആയിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും മാർക്ക് ലിസ്റ്റ് അടക്കം നമ്മൾ എന്ത് ചെയ്യും, ആസ് യൂഷ്വൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ഇപ്പോൾ നമുക്ക് JRF കിട്ടി കുറച്ച് സ്റ്റുഡൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഒരാൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, അപർണ നമ്മളിവിടെ എക്കണോമിക്സിന് ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. വളരെ റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആൾ 3 പ്രാവശ്യം അടുപ്പിച്ച് നെറ്റ് ക്വാളിഫൈഡ് ആകുകയും 4ാമത്തെ പ്രാവശ്യം JRFിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഈ 3 പ്രാവശ്യം അടുപ്പിച്ച് ക്വാളിഫൈഡ് ആയി എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്ക് അത് ഭയങ്കര രസമുള്ളൊരു കാര്യമായിട്ട് തോന്നിക്കഴിഞ്ഞാലും അത് അങ്ങനെയല്ല. ആ ജേണി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ബേസിക്കലി ലാസ്റ്റ് ടൈം 1 മാർക്കിനാണ് ആൾക്ക് എന്ത് നഷ്ടപ്പെടുന്നത്, JRF അവിടെ നഷ്ടപ്പെടുന്നത് എന്നതാണ്. ഈ പ്രാവശ്യം അതുകൂടെ കവർ ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സ്കോറിലാണ് ആൾ ക്വാളിഫൈഡ് ആയിരിക്കും. നിങ്ങൾക്ക് ആ മാർക്ക് ലിസ്റ്റ് പെർസെന്റേജിൽ കാണാം, 99.9% അപർണ എക്കണോമിക്സിൽ JRF ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പോൾ ആ ജേണി എന്ന് പറഞ്ഞിരിക്കുന്നത് അടുപ്പിച്ച് 3 പ്രാവശ്യം ക്വാളിഫൈഡ് ആവുന്നു. അതിൽ അവസാനത്തെ 2 പ്രാവശ്യം 2 ക്വസ്റ്റിനും 1 ക്വസ്റ്റിനുമാണ് റെസ്പെക്റ്റീവ്ലി ആൾ എന്താവുന്നത്, ഡിസ്ക്വാളിഫൈഡ്. എന്നിട്ടും വിട്ടുകൊടുക്കാതെ വീണ്ടും പഠിച്ചുകൊണ്ടാണ് ആ JRFിലേക്ക് അവിടെ എത്താനായിട്ട് സാധിച്ചതെന്നുള്ളത്. ആളുടെ ഇന്റർവ്യൂവും കാര്യങ്ങളെല്ലാം വലിയ താമസിക്കാൻ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. ആ സമയത്ത് കൂടുതലായിട്ട് നമുക്കത് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അപ്പം അപർണയുടെ ഒരു അച്ചീവ്മെന്റ് നമുക്കവിടെ മാർക്ക് ലിസ്റ്റിൽ കാണാൻ സാധിക്കും. എക്കണോമിക്സിലാണ് JRF ഇട്ടിരിക്കുന്നത്, അത് 99% കൂടി. ഓക്കെ, അടുത്ത ആൾ നമുക്കിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാർക്ക് ലിസ്റ്റ് കൊണ്ട് ആളുടെ ഫോട്ടോയുണ്ട്, അനറ്റാണ്. അനറ്റിന്റെ കാര്യം ഇതിനേക്കാളും ഇൻസ്പിറേഷണലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫണ്ടമെന്റൽ ഒരു സ്റ്റുഡൻറ്റ്, എക്കണോമിക്സിൽ സബ്ജക്റ്റ് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ, എല്ലാ പ്രാവശ്യവും നമുക്ക് വളരെ എൻത്യൂസിയാസ്റ്റിക് ആയിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ പഠിക്കുന്നു. എന്നാൽ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേനും എഫക്റ്റീവ്ലി ആൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്നും ഒരു മരീചികയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കുറച്ച് മാർക്കുകൾക്ക് ഡിസ്ക്വാളിഫൈ ആവുന്ന ഒരു സിറ്റുവേഷൻസ്, എന്നും ഡിസപ്പോയിൻമെന്റ്സ്. അപ്പം നമ്മളെ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ആളുടെ പൊട്ടൻഷ്യൽ വേർന്ന്, എന്നാൽ ആൾക്കൊരു കാരണവശാലും ഈ പറഞ്ഞിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ റേഞ്ചിലേക്ക് വന്നിപ്പോൾ എന്തൊക്കെയോ അൺഫോർച്ചുനേറ്റും നിർഭാഗ്യവും എല്ലാ സമയത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രാവശ്യം 5ാമത്തെ അറ്റംപ്റ്റിൽ ക്വാളിഫൈഡ് അത് JRF വഴിയാണ്. അതും ഈ പറഞ്ഞ രീതിയിലേക്ക് അറിയാലോ, എക്കണോമിക്സ് പോലൊരു സബ്ജക്റ്റിന് ഇത്രയും ഹയസ്റ്റ് കട്ട് ഓഫ് വരുന്ന കഴിയുമ്പോഴത്തേനും ജനറൽ കാറ്റഗറി കട്ട് ഓഫിൽ ക്വാളിഫൈഡ് ആകുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യങ്ങൾ. അതും JRF ഇത് ആളുടെ മാർക്ക് ലിസ്റ്റ് അടക്കം കൂടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഞാനിത് പറയുന്ന ആരോന്നറിയോ, ഈ ഒരു എക്സാമിൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് വിഷമിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുകൾ, അവരോട് പറയുന്നത് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഒന്ന്, ഈ പറഞ്ഞിരിക്കുന്ന മാർക്ക് ലിസ്റ്റ് സ്ട്രാറ്റജിയിൽ ചുമ്മാ അവരൊക്കെ പറയുന്ന പോലെ തന്നെ ഒരുപാട് പേര് ജയിക്കുന്ന ഒരു എക്സാം ആയിരുന്നു ഇത്. ആക്ച്വലി UGC കറക്റ്റായിട്ട് കണക്കുകൾ പറയുന്നുണ്ട്. 100 പേര് എഴുതുമ്പോൾ 7 പേര് മാത്രമേ ക്വാളിഫൈഡ്
ക്വാളിഫൈഡ് ആവുള്ളൂ. ഒരാൾക്ക് GRF ബാക്കി 6 പേർക്ക് നെറ്റ് വന്നതാണ്. അപ്പം നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് കുറവൊന്നും അല്ല. ഇത് ഇത്രയും എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നാഷണൽ എക്സാമിൽ മേ ബി നിങ്ങൾക്ക് മാറ്റർ ഓഫ് ടൈം ഞാൻ പറയും. എപ്പോൾ ഊഴമാണ്. നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റും. നെറ്റിൻ്റെ എക്സാമ്പിൾ കണ്ടില്ലേ, ക്വാളിഫൈഡ് ആകുമ്പോൾ JRF കൂടിയാണ് ക്വാളിഫൈഡ് ആകുന്നത്. ആദ്യത്തെ പ്രാവശ്യം നെറ്റ് കിട്ടി, ചിലപ്പോൾ ഈ പ്രാവശ്യം JRF കിട്ടിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ദെൻ വിട്ടുകൊടുക്കുന്നില്ല. അപർണ ഒരു പ്രാവശ്യം പോലും അടുപ്പിച്ച് നെറ്റ് ക്വാളിഫൈഡ് ആവുന്നു. എന്നിട്ട് വീണ്ടും JRF വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം ശ്രമിച്ചു കഴിഞ്ഞാൽ ആരെ കൊണ്ടും പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള മീനിങ് ഞാൻ അവിടെ പറഞ്ഞു തന്നെ കേട്ടോ. അടുത്ത സ്റ്റുഡൻറ്റ് ഇതേ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. എക്കണോമിക്സിൽ തന്നെ വീണ്ടും JRF ഇട്ടിരിക്കുന്ന ആളാണ് വരദ. ആപ്പിൾബിയുടെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വളരെ റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്റ്റീവ് സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ. ഓക്കെ, സോ അപ്പം JRF കൂടി ആൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന അടുത്ത് വന്നിരിക്കുന്ന നമ്മുടെ കൊമേഴ്സിൽ ഏതാ പറഞ്ഞിരിക്കുന്നത് JRF കൂടി ക്വാളിഫൈഡ് ആയിരിക്കുന്ന ആളാണ്. JRFിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ഇമ്പാക്റ്റ് കൊമേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ ഇവിടെ വന്ന് നിന്ന് അവരുടെ ടെസ്റ്റിമോണിയൽസ് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടം പോലെ നമുക്കവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈവൻ IIT അടക്കം PhD ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് കൊമേഴ്സിൽ JRF ക്വാളിഫൈഡ് ആൾക്കാർ നമുക്ക് ചാനൽ തന്നെ അവരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ലിസ്റ്റിലേക്ക് പുതിയ ഒരാളൂടെ വന്നിട്ടുണ്ട്. മേരി നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതാണ്. മേരിയുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. JRF കൂടിയാണ് കൊമേഴ്സിൽ അവിടെ ക്വാളിഫൈഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ നമുക്ക് അടുത്ത സെയിം സിറ്റുവേഷൻ നമുക്ക് കൊമേഴ്സിൽ വീണ്ടും JRF ഇട്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഹർഷ S. കൃഷ്ണ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹർഷയുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കാണാം. ഞാനിത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ അങ്ങോട്ട് പറയുന്നത്, ഇതൊരു പ്രൊഫഷണൽ പബ്ലിക്കേഷൻ മാത്രമാണ്. ആപ്പിൾബിയുടെ നിന്നുള്ള ആപ്പിയുടെ റിസൾട്ട് എന്താണെന്ന് ഞങ്ങൾ ജസ്റ്റ് പബ്ലിഷ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പബ്ലിക്കേഷൻസ്, അതായത് ക്വാളിഫൈഡ് ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫിഗേഴ്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും മാർക്ക് ലിസ്റ്റ് എടുക്കുന്ന നമ്മൾ ലേറ്റർ വീഡിയോയിൽ നമ്മൾ ചെയ്യുമെന്നാണ്. ഇപ്പോൾ ഞങ്ങൾ ബേസിക്കലി ഇന്നതാണ് നമ്മുടെ ഗിവൺ സിറ്റുവേഷൻസ്, എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സും സംഭവങ്ങളും കാര്യങ്ങളും വെച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന കുട്ടികളെല്ലാം ആപ്പിൾബിയിൽ നിന്ന് ഇതിപ്പോൾ റീസെൻ്റ്ലി നമ്മളിപ്പോൾ കൗണ്ട് ചെയ്ത് നമ്മൾ റിസൾട്ട് നോക്കി ആൾക്കാരുടെ എണ്ണം മാത്രമാണ് കാണിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു ഈ ഒരു 1:15 സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ 23-ാം തീയതി ഉള്ള ഫിഗേഴ്സ് മാത്രമാണ്. ഇതിൽ പൂർണ്ണമായിട്ടും വ്യത്യാസങ്ങൾ വരും. ഐ മീൻ അടുത്ത ദിവസം നമ്മൾ വളരെ ഡീറ്റെയിൽ ഉള്ള വീഡിയോസ്, ആരൊക്കെ ഏതൊക്കെ സബ്ജക്റ്റിൽ എന്തൊക്കെ കൊള്ളുന്ന ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമ്മളവിടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും, അതായത് ആപ്പിൾബി അക്കാദമിയുടെ വെബ്സൈറ്റ് നിങ്ങൾ കയറി നോക്കിയാൽ മതി. അന്നും എന്നും റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ക്വാളിഫൈഡ് ആയ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് അടക്കം പബ്ലിഷ് ചെയ്ത് അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് അത്രത്തോളം ക്രെഡിബിലിറ്റിയും എത്തിക്സും കാണിക്കുന്ന ഒരു അക്കാദമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ റയർ ആണ്. ബേസിക്കലി ഇപ്പോൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയി നോക്കാം. സബ്ജക്റ്റ് തിരിച്ച് ഇവിടുന്ന് ക്വാളിഫൈഡ് ആയ കുട്ടികളുടെ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള എന്തുണ്ട് മാർക്ക് ലിസ്റ്റ് നമ്മളവിടെ അവൈലബിൾ. എല്ലാ ടൈമിലും സെയിം സിറ്റുവേഷൻ ഈ ടൈമിൽ നിങ്ങൾക്ക് അത് കാണും. ഇപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി മാർക്ക് ലിസ്റ്റുകൾ നമ്മളവിടെ കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് ബേസിക്കലി. ഓക്കെ, ആൻഡ് ദെൻ എന്ന് മാത്രമല്ല ഇവിടെ ഓഫ്ലൈനിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്ന എല്ലാ സ്റ്റുഡൻസും നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് ബണ്ടിൽ കണക്കിന് കുട്ടികളുടെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതെല്ലാം ഇവിടുന്ന് ക്വാളിഫൈഡ് ആയ സ്റ്റുഡൻസിനാണ്. അത്രയും ക്രെഡിബിലിറ്റിയോടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വളരെ ലിമിറ്റഡ് സബ്ജക്റ്റുകൾക്കാണ് ക്ലാസ്സസ് കൊടുക്കുന്നത്. ആ ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവും. ജസ്റ്റ് മാസ്റ്റർ ഓഫ് ടൈം 1-2 പ്രാവശ്യം മേ ബി നിങ്ങൾ അറ്റൻഡ് എടുത്തു കഴിഞ്ഞാലും 3-ാമത്തെ പ്രാവശ്യം നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ക്വാളിഫൈഡ് ആകാൻ പറ്റും. ഈ 1-2 പ്രാവശ്യം എന്ന് ഞാൻ പറയുന്നത് ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇവന്റ് അവിടെ സംഭവിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചാണ്. കാരണം എല്ലാവർക്കും ഒന്നും 1-ാമത്തെ അറ്റൻഡ് ചിലപ്പോൾ ക്വാളിഫൈഡ് ആകാൻ പറ്റുന്നില്ല. 1-ാമത്തെ അറ്റൻഡ് തന്നെ JRF ക്വാളിഫൈ ആകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ ഇവിടുന്ന് റീസെൻ്റ്ലി ഇപ്പോൾ പഠിച്ച് ക്വാളിഫൈഡ് ആയിരിക്കുന്ന ആൾക്കാരാണ്. ഏകദേശം നമുക്കിപ്പോൾ ഒരു 400 അടുത്ത് 370 ഓവറോൾ ഫിഗേഴ്സ് നമുക്ക് അവിടെ വന്നിരിക്കുന്നത്. 20-ന് വേണ്ട JRF ഇപ്പോൾ ഈ ഒരു ഉച്ച സമയത്ത് മാത്രം നമ്മൾ നോക്കുമ്പോൾ ബാക്കി ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ ഇമീഡിയറ്റ്ലി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. മാർക്ക് ലിസ്റ്റ് അടക്കം നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾക്കത് കാണാവുന്നതാണ് നമ്മുടെ സൈറ്റിൽ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ബാക്കിയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും അടുത്ത ദിവസങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.